എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ രേണു സുധിയെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കേൾക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഇവിടെ മതി, ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ തള്ളുകൾ, എൻ്റെ പൊന്നെ അന്തം വിട്ട തള്ളുകളാണ് പുള്ളിക്കാരത്തി, ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് അവരുടെ തള്ളുകളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവരുടെ 1-2 റീൽസ് കാണാം. അതായത് വിവാഹത്തിന് മുമ്പ് ഉണ്ടായിരുന്ന പുള്ളിക്കാരത്തിയുടെ ഒരു റീൽസ് നമുക്ക് ആദ്യം കാണാം. മനോഹരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു റീൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊക്കെ കഴിഞ്ഞു, സുധി മരണപ്പെട്ട് കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ സുധി ജീവിച്ചിരുന്നപ്പോൾ എടുത്ത ഒരു റീൽസാണ്. പിന്നീട് സുധി മരണപ്പെട്ട് കഴിഞ്ഞു. പിന്നീട് പുള്ളിക്കാരത്തി റീൽസുകൾ, ഷോർട്ട് ഫിലിമുകൾ, പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, ബാറിൽ പോയി. അങ്ങനെ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ടുള്ള ഫേമസ് ആയി, സെലിബ്രിറ്റി രേണു സുധിയായി. അതിനുശേഷം പുള്ളിക്കാരത്തിയുടെ ഒരു ഡാൻസ് കാണാം. എന്തായാലും പുള്ളിക്കാരത്തിയുടെ ഡാൻസ്, അപ്പോൾ ഈ 2 ഡാൻസിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ടല്ലേ. ഒരെണ്ണം സുധി ജീവിച്ചിരുന്നപ്പോഴുള്ള ഡാൻസ്, പിന്നെ ഒരെണ്ണം അദ്ദേഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴുള്ളൊരു ഡാൻസ്. അപ്പോൾ ഇവിടെ കുറച്ച് വിധവാദികളൊക്കെ വരും. ഇപ്പോൾ നമ്മളിത് പറയുമ്പോഴത്തേക്ക് അതൊരു പാവം വിധവയല്ലേ, പാവം കുട്ടിയല്ലേ, അത് എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ വരുന്നവരൊക്കെ വന്നോളൂ. അപ്പോൾ അതുപോലെ തന്നെ അതിനുശേഷം ഞാനിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തിയുടെ തള്ളുകളെ കുറിച്ചിട്ടാണ്. ഒരുപാട് തള്ളുകൾ ഇങ്ങനെ തള്ളി മറിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഒരു പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ. പല തള്ളുകളെയും കുറിച്ചിട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്കുള്ള, അത് എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ പുതിയൊരു തള്ളാണ്. ഇല്ല, എനിക്ക് എന്ത് ലക്ഷങ്ങൾ ചെലവാകാൻ? ഒരു ബിസ്ക്കറ്റും ഒരു കാപ്പിക്കും ആണോ ലക്ഷങ്ങൾ ചെലവാക്കുന്നത്? 2 ക്രീം ബിസ്ക്കറ്റിനും ഒരു കാപ്പിക്ക് ലക്ഷങ്ങൾ എവിടെ നിന്ന് ചെലവാക്കും? ഞങ്ങളുടെ വീട്ടിൽ ഒരു 1/2 കിലോ ഇറച്ചി മേടിച്ചാൽ അത് മതി, ഒരാഴ്ചത്തേക്ക് ഇച്ചിരി വെച്ച് എല്ലാവരും കഴിയും. ഞാൻ ഇറച്ചിയും കൂട്ടത്തില്ല, ചിക്കനും കൂട്ടത്തില്ല, ബീഫും ഒന്നും ഞാൻ കൂട്ടത്തില്ല, അതിന്റെ ഗ്രേവി മാത്രമേ കൂട്ടത്തില്ല. എനിക്ക് എവിടെ 3 ലക്ഷം ചെലവ്? ഇല്ല, എനിക്ക് അതായത് ഈ പുള്ളിക്കാരത്തിയുടെ വാല് പോലെ കുറേ എണ്ണം നടപ്പുണ്ടല്ലോ പിന്നാലെ. അപ്പോൾ അതിലൊരു വാല് പുള്ളിക്കാരത്തിയുടെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തിക്ക് 3-4 ലക്ഷം രൂപ ഒരു മാസം ഫുഡിന് വേണ്ടിയിട്ട് ചിലവാകുമോ എന്ന്. ശരിക്കും ആ പറഞ്ഞവൻ്റെ മോണ്ടയ്ക്ക് ഒരെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാ ഒരു സാധാരണ ഒരു മനുഷ്യന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപയൊക്കെ ചിലവാകുമോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും അവൻ്റെ തലയ്ക്കകത്ത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ബുദ്ധി ഒട്ടുമില്ലെങ്കിൽ നമുക്ക് മന്ദബുദ്ധി എന്നെങ്കിലും പറയായിരുന്നു. ഇത് മന്ദബുദ്ധിയല്ല, എന്നാൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഈ ഒരു സാധനമാണെന്ന് പറയാം. അതായത് ഒരു വ്യക്തിയോട് ചോദിക്കുന്നു ഒരു മാസം അവരുടെ ചിലവിന് 3 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ആവുമോ എന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി പറയുന്നതെന്ന് പറഞ്ഞാൽ 10 രൂപയുടെ ചെറിയൊരു ബിസ്ക്കറ്റും തിന്നൊരു വെള്ളവും കുടിക്കുന്ന എനിക്ക് പിന്നെ എങ്ങനെയാണ് ഇത്രയും ലക്ഷം രൂപയാവുന്നത് എന്നാണ് പുള്ളിക്കാരത്തി ചോദിക്കുന്നത്. അത് നല്ലൊരു ചോദ്യം തന്നെയാണ്. പിന്നീട് പുള്ളിക്കാരത്തി പറയുന്ന ഒരു ഉത്തരവെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ 1/2 കിലോ ഇറച്ചി മേടിക്കുകയാണെങ്കിൽ ഞങ്ങളത് ഒരാഴ്ച കഴിക്കുന്നത്. എന്തൊരു തള്ളാണ്, തള്ളി പുള്ളിക്കാരത്തി ഇത് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാൻ വയ്യ. അതായത് 1/2 കിലോ ഇറച്ചി മേടിച്ചാൽ ഒരാഴ്ച തിന്നുന്ന് അതായത് ഈ പറയുന്ന പുള്ളിക്കാരത്തി ആണെങ്കിൽ ഗ്രേവി മാത്രമേ കഴിക്കുള്ളൂ. എന്നാലും 1/2 കിലോ ഇറച്ചി എങ്ങനെ ഒരാഴ്ച തിന്നുമെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. 1/2 കിലോ ഇറച്ചിയൊക്കെ എങ്ങനെ ഒരാഴ്ച വച്ചിരുന്ന് കഴിക്കാൻ പറ്റും? നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ 3-4 കിലോ ഇറച്ചിയൊക്കെ മേടിച്ചാൽ ചിലപ്പോൾ ഇന്ന് നാളെയൊക്കെ 2 ദിവസം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. ഇത് 1/2 കിലോ ഇറച്ചി എങ്ങനെ ഒരാഴ്ച തിന്നുമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള തള്ളുകൾ വെറുതെ ഒരു അനാവശ്യമായിട്ട് ഇങ്ങനെ തള്ളി മറിക്കുക. അവർക്ക് തന്നെ അറിയാം അവർ പറയുന്നത് നുണയാണെന്ന്. അതായത് നമ്മൾ സെലിബ്രിറ്റി ആയി കഴിയുമ്പോഴെങ്കിലും അതിൻ്റേതായിട്ടുള്ള കുറച്ച് പക്വത കാണിക്കണ്ടേ? അതുമില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരുപാട് തള്ളുകളുണ്ട്. അപ്പോൾ സമയം പോലെ നമുക്ക് ഓരോ തള്ളുകളായിട്ട് പൊട്ടിക്കാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. മറക്കാതെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.